മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജെബി മേത്തർ എംപി നയിക്കുന്ന കേരള മഹിളാ സാഹസ് യാത്രയ്ക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി. കരുനാഗപ്പള്ളിയിൽ നടന്ന സ്വീകരണം UDF ജില്ലാ ചെയർമാൻ KC രാജൻ ഉദ്ഘാടനം ചെയ്തു. തൊടിയൂരിലും യാത്രയ്ക്ക് സ്വീകരണം നൽകി. മഹിളാ കോൺഗ്രസ് പ്രസിഡന്റും രാജ്യസഭാംഗവുമായ അഡ്വക്കേറ്റ് ജെബി മേത്തർ എംപി നയിക്കുന്ന കേരള മഹിളാ സാഹസ് യാത്രയ്ക്കാണ് കരുനാഗപ്പള്ളിയിൽ സ്വീകരണം നൽകിയത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കോൺഗ്രസ് ഭവന്റെ മുന്നിൽ നിന്നുമാണ് യാത്രയെ സ്വീകരിച്ചത്. UDF ജില്ലാ ചെയർമാൻ KC രാജൻ തുടർന്ന് നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ സുരക്ഷിതത്വം പൂർണ്ണമായി നടപ്പാക്കുവാൻ ഇന്നും നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞിട്ടില്ല. തൊഴിലാളികളുടെ കാര്യം, തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കാര്യമൊക്കെ ഇവിടെ പ്രിയപ്പെട്ട ജെബി മേത്തർ പറയും. തൊഴിലാളികളുടെ കാര്യത്തിലാണെങ്കിലും സർക്കാർ ജീവനക്കാരുടെ സ്ത്രീകൾ, സർക്കാർ ജീവനക്കാരായ സ്ത്രീകൾ, അധ്യാപികമാരായ സ്ത്രീകൾ, മറ്റു പല മേഖലകളിലും പണിയെടുക്കുന്ന സ്ത്രീകൾ വലിയ പ്രതിസന്ധികൾ. CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. ഇതിന്റെ എല്ലാം എത്ര കുടുംബങ്ങളാണ് നശിക്കുന്നത്? ഇതെല്ലാം സർക്കാർ കൊടുക്കുകയാണ്. ഒരു വ്യക്തി അവന് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവൻ മാറ്റി അവൻ വിൽക്കുന്നതല്ല. ഗവൺമെന്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇരുത്തി സർക്കാർ പൈസ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുകയാണ്. ഈ ക്യൂവിൽ നിൽക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. യുവറേഷന്റെ റോഡിലൂടെ പോകുമ്പോൾ ക്യൂവിലേക്ക് നിങ്ങൾ നോക്കണം. എല്ലാവരും പാവപ്പെട്ടവരാണ്. ഈ രാജ്യത്തെ ഒരു സമ്പന്നനും ഒരു പണക്കാരനും ആ ക്യൂവിൽ കാണാൻ വേണ്ടി എല്ലാം പാവപ്പെട്ട ആളുകളാണ്. പാവപ്പെട്ട മുഴക്കോലും സൈക്കിളെ വെച്ചിട്ട് മമ്മട്ടി മങ്കൂരിയും ഒക്കെ കൂലിപ്പണി കഴിഞ്ഞ് വരുന്ന പാവപ്പെട്ടവനാണ് ഇത് വാങ്ങിച്ച് കുടിച്ച് രോഗിയായി അവന്റെ കുടുംബാനം ഈ മദ്യത്തിന് അടിമപ്പെട്ട് പോയി ആന്തരിക അവയവങ്ങൾ താറുമാറായി ജീവിതം നഷ്ടപ്പെടുന്ന ആർക്കെങ്കിലും സർക്കാർ എന്തെങ്കിലും അധികമായ ധനസഹായം കൊടുക്കുന്നു? സർക്കാരല്ലേ ഇവരുടെ കുടുംബം നശിപ്പിച്ചത്, ഇവരെ രോഗികളാക്കിയത്, നിത്യരോഗികളാക്കി മാറ്റി. സംസ്ഥാന ജില്ലാ ബ്ലോക്ക് മണ്ഡലം നേതാക്കളായ ജയലക്ഷ്മി, LK ശ്രീദേവി, അനിത, സദാ സുദർശൻ, മായ സുരേഷ്, മാരിയത്ത്, സുജിത, സലീം കുമാർ, ശകുന്തള അമ്മവീട്, ബേബി ജസ്ന, ചിത്ര വിനോദ്, ബിന്ദു ജയൻ തുടങ്ങിയവർ പങ്കെടുത്തു. സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന വ്യാപക വിപത്താണ് എന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കുവാൻ വേദിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. സാഹസ് യാത്രയ്ക്ക് തൊടിയൂരിലും വൻ സ്വീകരണം നൽകി. വെളുത്തമണ്ണിൽ നടത്തിയ സ്വീകരണ സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി KP ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. രാത്രി ഉണർന്നപ്പോൾ ഉണ്ടായ ഒന്നല്ല, മറിച്ച് ഘട്ടം ഘട്ടമായി നമുക്കറിയാം പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം നടപ്പിലാക്കി രാജ്യത്തെ സ്ത്രീകൾക്ക് 33% സംവരണവും പിന്നീട് അത് 50% സംവരണവുമായി നിജപ്പെടുത്തിക്കൊണ്ട് അധികാര കേന്ദ്രങ്ങളിലേക്ക് സ്ത്രീകൾക്ക് കടന്നു വരുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയുണ്ടായി. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് സ്ത്രീകൾ സാമൂഹ്യമായും സാമ്പത്തികമായും ശാക്തീകരിക്കുവാൻ വേണ്ടിയുള്ള നടപടികൾക്ക് നേതൃത്വം കൊടുക്കുകയുണ്ടായി. കഴിഞ്ഞ UPA ഗവൺമെന്റ് കാലത്ത് ഈ രാജ്യത്ത് നടപ്പിലാക്കിയ സ്ത്രീകളുടെ സംരക്ഷണം, കുടുംബങ്ങളിലെ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഡൊമസ്റ്റിക് വയലൻസ് പ്രൊട്ടക്ഷൻ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് എന്ന ഏറ്റവും ശ്രദ്ധേയമായ നിയമങ്ങൾ ഞാൻ പറഞ്ഞു വന്നത്. അങ്ങനെ ഘട്ടം ഘട്ടമായി നിയമനിർമ്മാണങ്ങൾ നടപ്പിലാക്കി ഈ രാജ്യത്തെ സ്ത്രീകളെ കരുപിടിപ്പിക്കുവാൻ, ശാക്തീകരിക്കുവാൻ കഴിഞ്ഞു. നജീം മണ്ണലിന്റെ നേതൃത്വത്തിലാണ് യാത്രയെ സ്വീകരിച്ചത്. ബിന്ദു വിജയൻ, റെജിന റിയാസ്, അഡ്വക്കേറ്റ് ജവാദ്, ചുറ്റുമുല്ല നാസർ, മായ സുരേഷ്, KC രാജൻ, T തങ്കച്ചൻ, നസീമ ബിബി, മാരിയത്ത് ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.